ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെർട്ടിക്കൽ അക്വേറിയമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു വെർട്ടിക്കൽ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് എങ്ങനെയാണ് ഒരു അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്കറിയണം. അപ്പോൾ അതിനാവശ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിലെന്തൊക്കെ ചെയ്യണം, അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു കൂട്ടുകാരുണ്ട്, ഏബൽ എന്ന് പറയും. അപ്പോൾ അവൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പോൾ അവനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, എടാ ഒരു വെർട്ടിക്കൽ എനിക്കൊരു അക്വേറിയം സെറ്റ് ചെയ്യുന്നുണ്ട്, അതും വെർട്ടിക്കൽ അക്വേറിയം. അപ്പോൾ അവൻ എനിക്ക് കുറച്ച് സജഷൻസ് ഒക്കെ തന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തതും. പിന്നെ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഫണ്ട് വേണമല്ലോ. അപ്പോൾ ഫണ്ടിനായിട്ട് ഞാൻ എൻ്റെ ചേട്ടനോട് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യേ. അപ്പോൾ ഞാൻ ചേട്ടനെ കുറച്ച് കാശ് എടുത്തു. ചേട്ടനാണ് ഇനി ഗ്ലാസ്സൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നത്. ചേട്ടനാണ് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഗ്ലാസ് ആണ് ആവശ്യം. അപ്പോൾ ഞാൻ ആ കടയിൽ പോയി ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് ഇങ്ങനെ അക്വേറിയം സെറ്റ് ചെയ്യാനാണ്. ആ ചേട്ടൻ എനിക്ക് ഞാൻ പറഞ്ഞ ഡയമെൻഷൻസിലൊക്കെ ആ ചേട്ടൻ എനിക്ക് ഇത് ഗ്ലാസ്സുകൾ കട്ട് ചെയ്ത് തന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ ഒരു സിലിക്കണിൻ്റെ സീലൻറ്റും ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സിലിക്കൺ സീലൻറ്റ് എന്ന് പറഞ്ഞ സാധനം, ഒപ്പം തന്നെ അത് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗണ്ണും വാങ്ങിച്ചു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൂടി ഏകദേശം എനിക്കൊരു 700 സംതിങ് രൂപയായി. അപ്പോൾ ഞാനത് വാങ്ങിച്ചു, വീട്ടിൽ വന്നു സെറ്റ് ചെയ്തു. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിന് നമ്മൾ കട്ട് ചെയ്ത ഗ്ലാസ്സിലേക്ക് ടേപ്പ് ഒട്ടിക്കണം. ടേപ്പ് ഒട്ടിക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒട്ടിക്കാൻ പോകുന്ന പശ പരക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിയുന്നതും ഒരു പേപ്പർ ടേപ്പ് വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ഒട്ടിക്കുക. അപ്പോൾ ഈ പേപ്പർ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പശ ഒട്ടിക്കാനുള്ളൊരു ചെറിയ ഗ്യാപ്പ്, അതായത് ഒരു 1 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു 1/2 സെൻറ്റിമീറ്ററോ അത്രയൊക്കെ ഗ്യാപ്പ് ഗ്ലാസിൻ്റെ ഔട്ടറിൽ നിന്ന് നീക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. അത് നമ്മൾ 4 സൈഡിലും ഒട്ടിക്കണം. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ 4 സൈഡിലും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരെണ്ണം മാത്രമേ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഗ്ലാസിൻ്റെയും ഇന്നർ പാർട്ടിലുള്ള ഭാഗം എന്ന് വെച്ചാൽ പശ തേക്കാൻ പോകുന്നുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ 4 കോർണറിലും 4 സൈഡിലും ടേപ്പ് കറക്റ്റ്. സോറി, നമ്മൾ ഒട്ടിക്കുന്ന ഭാഗം മിസ്സായിപ്പോയി. എങ്ങനെ ഒട്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്ലാസ്സുകൾ നമ്മൾ പേപ്പർ ടേപ്പ് ഒട്ടിച്ച ഭാഗമാണ്, ഇന്നർ സൈഡാണത്. ആ ഇന്നർ സൈഡിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ സിലിക്കോൺ ജെല്ല് തേച്ച് കൊടുക്കുകയാണ്. എല്ലാ കോർണറിലും തേച്ച് സെറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇനി ഈ ഒട്ടിച്ചതിന് ശേഷം ഇതൊരു ഏകദേശം 12 മണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ ഇടണം. എന്നാലാണ് അതൊന്ന് ഉണങ്ങി ആ ഭാഗത്ത് ലീക്കൊന്നും ഉണ്ടാവാതിരിക്കുള്ളൂ. ഉണങ്ങിക്കഴിഞ്ഞ ടാങ്കിൻ്റെ സൈഡിലുള്ള ടേപ്പുകളൊക്കെയാണ് അഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് അഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ ഏകദേശം ഒരു 2 ദിവസമെങ്കിലും വെള്ളം നിറച്ചിടണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ സിലിക്കോൺ ജെല്ലാണ് ഇതിൽ തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും കെമിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മീനിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയോ അല്ലെങ്കിൽ 1-2 ദിവസമോ വെള്ളം ഒഴിച്ച് വയ്ക്കണം. അത് 2 ടാങ്കിലും, ഒന്ന് വെർട്ടിക്കൽ ടാങ്കിലും ഒന്ന് ഹൊറിസോണ്ടൽ ടാങ്കിലും.
അപ്പോൾ ടേപ്പൊക്കെ പറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ കുറച്ച് എക്സ്ട്രാ പശകളുണ്ടാവും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിക്കോൺ ജെല്ല് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ എല്ലാ കോർണറിലും ചെറിയ രീതിയിൽ അത് എക്സ്ട്രാ പീസ് ഉണ്ടാവും. അതൊക്കെ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബ്ലേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് കട്ടായി പൊക്കോളും. ഇപ്പോൾ എവിടെയെങ്കിലും ഗ്ലാസ്സിന്മേ ആയാലും സിലിക്കോൺ ജെല്ല് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലേഡ് യൂസ് ചെയ്തിട്ട് സുഖമായിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈഡുകളല്ല, എല്ലാ സൈഡിലും നമ്മളൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ലൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വരച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇൻ കേസ് പെട്ടെന്നെങ്ങാനും കൈ തട്ടി കഴിഞ്ഞാൽ കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട് ഗ്ലാസ് ആയതുകൊണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വരച്ച് കൊടുക്കണം. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ അക്വാറിയത്തിൻ്റെ ശരിക്കുള്ള ഭാഗം. അപ്പോൾ ഈ വെർട്ടിക്കൽ അക്വാറിയത്തിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, 2 സൈഡ് ലെങ്ത്ത് കുറവായിരിക്കും, അതേസമയം ബാക്കി 2 സൈഡ് ലെങ്ത്ത് കൂടുതലായിരിക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 2 സൈഡ് ചെറിയ ലെങ്ത്ത് ഒന്ന് കുറച്ചിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ഈ നേരത്തെ പോലെ ഇതും നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ടേപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറിച്ച് കളയാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വെർട്ടിക്കൽ അക്വാറിയം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ പീസാണ് നമ്മൾ ഹൊറിസോണ്ടൽ പീസിലേക്ക് ഇറക്കി വയ്ക്കുന്നത്. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ നമ്മൾ താഴേക്ക് ഫേസിങ് എന്ന രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. അത് അധികം ഗ്ലാസ്സിനോട് മുട്ടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ഷേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പൊട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെർട്ടിക്കൽ അക്വാറിയത്തിൻ്റെ ഓപ്പണിംഗ് ഏരിയയുടെ മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ നമുക്ക് ആദ്യം തന്നെ വെള്ളം നിറയ്ക്കാം. വെള്ളം ഏകദേശം ഓപ്പണിംഗ് ലെവൽ വരെ എത്തി വെർട്ടിക്കൽ അക്വാറിയത്തിൻ്റെ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ട്യൂബ് ഇടണം. ഒരു ചെറിയ എയർ ബ്ലോവറിൻ്റെ ഒക്കെ ട്യൂബായാലും മതി. അപ്പോൾ ആ ട്യൂബ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒരു തെർമോക്കോൾ നമ്മൾ സെറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിത് വെർട്ടിക്കൽ അക്വാറിയത്തിൻ്റെ അകത്തേക്ക് വെള്ളം എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതിൽ തെർമോക്കോളിൻ്റെ പീസ് എന്തിനാണ് കെട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറുന്നതിനനുസരിച്ച് ട്യൂബിൻ്റെ അറ്റം വാട്ടർ ലെവലിൻ്റെ ഒപ്പം മേലെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അതിൻ്റെ അകത്തുള്ള എയറുകളൊക്കെ നമ്മൾ അതിന് സക്ക് ചെയ്ത് പുറത്തേക്കാണ്. അതിപ്പോൾ വായുകൊണ്ട് നമ്മളിത് വലിച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ വലിക്കുന്നതിനനുസരിച്ച് വെള്ളം മേലേക്ക് കയറി പോകുന്നത്. ഇപ്പോൾ ഏകദേശം വെർട്ടിക്കൽ അക്വാറിയത്തിൻ്റെ അറ്റം വരെ വെള്ളം മുട്ടാറായി. അപ്പോൾ വെള്ളം തീരുന്നതിനനുസരിച്ച് നമ്മൾ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴെ. എന്നിട്ട് അവസാനം നമ്മളത് ഏകദേശം മുട്ടാറായി. അപ്പോൾ വെള്ളം നമ്മൾ മൊത്തം എയറാണ് സക്ക് ചെയ്ത് കളയുന്നത്. അപ്പോൾ എയർ മൊത്തം സക്ക് ചെയ്ത് കളഞ്ഞിട്ട് ഈ തെർമോക്കോളിൻ്റെ പീസ് ഉള്ളത് നമ്മൾ ആ ട്യൂബ് അങ്ങനെ തന്നെ വലിച്ച് പുറത്തേക്ക് എടുക്കും. ഇപ്പോൾ അത് കറക്റ്റ് സ്റ്റേബിളായിട്ട് അതിൻ്റെ അകത്തുള്ള വെള്ളം പോലും ഫീൽ ചെയ്യാത്ത രീതിയിൽ അതവിടെ നിന്നോളും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കല്ലോ ലൈവ് പ്ലാന്റ്സോ മീനുകളോ അതെന്ത് വേണമെങ്കിൽ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. യെസ്, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അക്വാറിയം സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നടുക്കിൽ കാണാൻ പറ്റും ഒരു ചെറുതല്ല കുറച്ച് വലിയ ബൾബ് കാണാൻ പറ്റും. ആ ബൾബിൻ്റെ അകത്താണ് ഞാൻ ഫൈറ്ററിന് ഇട്ടേക്കുന്നത്. എന്തെങ്കിലും ഫൈറ്ററിന് മാത്രം സെപ്പറേറ്റ് കിടക്കുന്നതുകൊണ്ട് ഒരു വലിയ ബൾബ് എൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ ആ ബൾബിൽ സെപ്പറേറ്റ് ആക്കി ഇട്ടതാണ്.
ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനൊരു വെർട്ടിക്കൽ അക്വേറിയം സെറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ കഴിയുന്നതും റിപ്ലൈ തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല, കാരണം ഞാൻ മൊബൈൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മുമ്പ് ഞാൻ എൻ്റെ ക്യാമറ വെച്ചിട്ടാണ് ചെയ്യാറ്, പക്ഷേ ക്യാമറയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ എൻ്റെ മൊബൈൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പുതിയത് വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.